ഇതിപ്പോൾ ഒരു ശീലമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അധിക ദിവസം ഇതേപോലെ പുഴയ്ക്ക് വരലാണ് കേട്ടോ. വീട്ടിൽ നിന്ന് അലക്കുമ്പോൾ ഭയങ്കര മടിയാണ്. പുഴയിൽ വന്ന് ശീലമായാൽ പിന്നെ അതാണ്, നമുക്ക് എത്ര തുണികൾ അലക്കാണ്ടെങ്കിലും ഒരു മടി ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് സോപ്പും പൊടി അലക്കാനുള്ള തുണികളും കിട്ടിയാൽ വേഗം തന്നെ തുണികളൊക്കെ അലക്കുന്ന പരിപാടി തീരും. നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ, പുഴ അടുത്തില്ലാത്ത ആൾക്കാർ. അപ്പോൾ എന്നോട് പറയലുണ്ട് നിങ്ങൾ പുഴയ്ക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കണം, അലക്കണതൊക്കെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കണതാണ് കേട്ടോ. അങ്ങനെ തുണികൾ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും കഴിഞ്ഞ് പിന്നെ അതാ നേരെ വന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പുഴയിൽ പോയത്. ഇന്ന് നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ വേഗം വന്ന് അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും. പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വിടാൻ വേണ്ടി കുറച്ച് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ മുരിങ്ങയും പരിപ്പും വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പരിപ്പും അതിക്ക് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് മുരിങ്ങ പൊടിച്ച് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ മുരിങ്ങയൊക്കെ ഊരിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടേനും. അങ്ങനെ അതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് ആ ചോറൊക്കെ വെന്ത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ ആ ഒരു അടുപ്പത്ത് തന്നെ നമുക്ക് മുരിങ്ങക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് അവിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞൊന്ന് തൂമിച്ചെടുത്ത് പിന്നെ നമ്മൾ മുരിങ്ങ ഊരി വെച്ചിരുന്നല്ലോ അത് അതിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മുരിങ്ങ വന്നതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പ് പോയി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ പരിപ്പ് മുരിങ്ങ വെച്ചിട്ടുള്ള കറി റെഡിയായി. പിന്നെ ചിക്കൻ ഫ്രൈ റെഡിയായി. പിന്നെ ചോറൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.